എല്ലാ ടേബിളിലും സാമ്പാർ വിളമ്പി കഴിഞ്ഞു. ഇനി എപ്പോഴാ പുളിശ്ശേരി? രണ്ടാമത് ചോറ് വിളമ്പുമ്പോഴാ പുളിശ്ശേരി. ഇവിടെ ഇത്തിരി തോരൻ. ആ ഇനി തൊടുകറിയെ കൂടെ വിളമ്പാൻ പഠിക്കണം. അതിനൊക്കെ ഒരു ഓർഡർ ഇല്ലേ? എനിക്കത് പറഞ്ഞുതരൂ. അതിനിടയിൽ ഈ പിശാച് എവിടുന്ന് കയറി വന്നു? ഒന്ന് വൃത്തിയായി വീഡിയോ പിടിക്കാനും സമ്മതിക്കൂല. അതെ, ഇത് വീടല്ല, ഹോട്ടലാ. ആൾക്കാരുടെ മുന്നിൽ വെച്ച് പെരുമാറുന്നതിന് കുറച്ചുകൂടെ മാന്യത വേണം. ഇതൊക്കെ പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുന്നത് ഒരു മര്യാദ കേടാണോ? എന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യപ്പെടുത്താതെ കൗണ്ടറിൽ പോയിരിക്കെ. വിളമ്പാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട. സിസ്ലി ചേച്ചി വീഡിയോ അയച്ചെന്ന് തോന്നുന്നു. ഇവനെന്താ നമ്മുടെ പഞ്ചരത്നത്തിന്റെ കാര്യം അമൃതേച്ചി ഇത് എങ്ങനെ അനുവദിച്ചു കൊടുത്തു? നല്ല അടിയുടെ കുറവുണ്ട് മഹേന്ദ്രന്. ഈശ്വര, അഭിയേട്ടൻ ഇതെങ്ങനെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഭിയേട്ടൻ അമൃതേച്ചിയും മഹേന്ദ്രനെയും ഒരുമിച്ച് കണ്ടു കാണും, അത് ഉറപ്പാ. പക്ഷെ അങ്ങനെ കണ്ടാലും അഭിയേട്ടൻ ഒരിക്കലും ഇതിന്റെ പേരിൽ അമൃതേച്ചിയെ തെറ്റിദ്ധരിക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ആരായാലും ഇങ്ങനൊരു കാഴ്ച കണ്ട തകർന്നു പോവും. ആകാശേട്ടന്റെ മനസ്സിലെ മറ്റൊരാളാണെന്ന് അറിഞ്ഞ നിമിഷം ഞാനും ഇതുപോലെ ഒരുപാട് സങ്കടപ്പെട്ടതാ. ആ മനസ്സിന്റെ വിങ്ങൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആ വട്ടം മഹേന്ദ്രന് അമൃതേച്ചി എന്തിനാ പഞ്ചരത്നത്തിൽ കയറ്റിയതെന്നാ. അവൻ എന്തെങ്കിലും നുണ പറഞ്ഞേ അമൃതേച്ചി പറ്റിച്ചതാവും. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോണം. ആ ഭ്രാന്തന്റെ കൂടെ അമൃതേച്ചി അങ്ങനെ അധിക നേരം നിർത്തുന്നത് ശരിയല്ല. തൽക്കാലം നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം. വാ, റോഡിലേക്ക് ഇറങ്ങി നിൽക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.